ഉള്ള സാധനങ്ങളൊക്കെയാണിത്. ചെറുള്ളി, ഒരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്. ഇനി കൊണ്ടാട്ടം മുളക് ഫ്രൈ ചെയ്ത് അതിൻ്റെ മസാല ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ബീഫ് കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഏകദേശം ബ്രൗൺ കളറായി വന്നിരിക്കുന്നു. ഇത്ര ആവണമെന്നൊന്നുമില്ല, ഒന്ന് ശരിക്കും ചൂടായാൽ മതി. ഇനി കുറച്ച് ഉലുവ, പെരുംജീരകം, ഏലക്കായ്, ഗ്രാമ്പു, രസം, പട്ട ചെറുത് അതിട്ടിട്ട് ഉടനെ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു സവാളയാണ്, കൂടെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതാണ് ചേർത്തിരിക്കുന്നത്. ബീഫ് വല്ലാതെ വെന്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം വേവായിട്ടുള്ളൂ. ഇനി ഇത് വേവണമെങ്കിൽ നമ്മൾ വേവ് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ബീഫ് വേവിച്ച വെള്ളമുണ്ട്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒറ്റയടിക്ക് ഒഴിക്കണം, കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ കുറച്ച് കൊണ്ടാട്ടം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി, രണ്ട് തരം കറിവേപ്പില, ലാസ്റ്റ് തേങ്ങ കൊത്തിട്ട് കൊടുക്കുക. അങ്ങനെ കൊണ്ടാട്ടം റെഡിയാണ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.